Hi friends, this is Anisha. This video is all about arithmetic sequence part 2. Part 1 പറഞ്ഞ പോലെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ SCRT സിലബസിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ arithmetic സീക്വൻസിൻ്റെ എക്സസൈസ് പ്രോബ്ലംസാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit numbers which are multiples of 9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 3-digit number which is divisible by 9 എന്ന് പറയുന്നത് 108 ആണ്. Last 3-digit number which is divisible by 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 999 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്പർ ഓഫ് 3-digit നമ്പർ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് number of 3-digit numbers is equal to എന്ന് പറയുമ്പം അങ്ങനെ വരിക, ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 9. എന്തുകൊണ്ടാണ് 9 വരുന്നത്? നമ്മുടെ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആണ് കാണുന്നത്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്താ? 999 ആണ്. അപ്പോൾ 999 മൈനസ് ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. 108 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. 999 മൈനസ് 108 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 198. 891 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ LCM എടുക്കാം. 891 പ്ലസ് 9 ബൈ 9. 891 പ്ലസ് 9 എന്ന് പറയുമ്പം 900 എന്ന് കിട്ടും ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 100 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? സമ്മാണ് കാണേണ്ടത്. സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് ആണ് കാണേണ്ടത്. അപ്പം നമുക്ക് സമ്മ് കാണാം. സം ഇസ് ഈക്വൽ ടു n by 2 ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ്. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 100 by 2. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 108 പ്ലസ് 999 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പം 100 by 2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7. ഇങ്ങോട്ട് അല്ലേ? നമുക്കിത് ക്ലോസ് ചെയ്യാം. 50 ടൈംസ് പോകും. അപ്പോൾ 15 ഇൻറ്റു 1107 വരും. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 55,350 എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടുക? 55,350 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
prove that the sum of any number of terms of the arithmetic sequence 16, 24, 32, etc. starting from the first added to 9 gives a perfect square. This prove that question ആണ്. നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് അരിത്തമാറ്റിക് സീക്വൻസ് 16, 24, 32 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗിവൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 16, 24, 32, etc. അപ്പോൾ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. അല്ലാതെ ഫോർമുലയാണ് a + b × n - 1. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം a എന്ന് പറയുമ്പോൾ എന്താണ്? 16, d എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ്, അതായത് 24 - 16 എന്താണ്? 8 ആണ്. 32 - 24 എന്താ? 8 ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആയിട്ട് വരും. ഞാൻ ഇന്നലെ പാർട്ട് 1 പറഞ്ഞ പോലെ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ? ഒന്നുകിൽ ബ്രാക്കറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ. നമുക്ക് എൻ്റെയും ഡിൻ്റെയും വാല്യൂസ് a + d × n - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്നത് 16 ആണ്, d എന്ന് പറയുന്നത് 8 ആണ്, ഇൻറ്റു n - 1. 16 + 8 × n 8n, പ്ലസും മൈനസും മൈനസ് 8 × 1 8. 8n + 16 - 8. 8n + 16 - 8 എന്ന് പറയുമ്പോൾ 8 ആണ് വരുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഇൻ ദ ഫോം എന്താ? which is in the form xn is equal to an plus b എന്ന ഫോമിൽ കിട്ടി. ഇനി നമുക്കതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. സം എന്ന് പറയുമ്പോൾ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്താ? 16 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോമാണ് എടുക്കുന്നത്. 8n + 8 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 16 പ്ലസ് 8n + 16 + 8. That is equal to n/2 8n + 16 + 8 എന്ന് പറയുമ്പോൾ 24. അപ്പം നമുക്കിതിന് കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാം. അപ്പോൾ 2 പുറത്തെടുക്കുമ്പോൾ എന്താണ്? ഈ 2ഉം ആ 2ഉം കൂടിയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് 2 പുറത്തെടുക്കാം. അപ്പോൾ 2n/2 2 പുറത്തെടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 4n + 12 എന്ന് കിട്ടും. നമുക്ക് ഈ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് n × 4n + 12 എന്നുകൊണ്ട് കിട്ടും. നമുക്ക് n-നുള്ളിലോട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4n² + 12n എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറയണത്? Starting from the first added to 9 gives a perfect square. ഇതിലൂടെ ഒരു 9 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമോ ഇല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, കിട്ടോ ഇല്ലയോ നോക്കാം. നമുക്ക് കിട്ടിയത് എന്താണ്? 4n² + 12n എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സം ആഫ്റ്റർ ആഡിങ് 9 into it എന്ന് പറയുമ്പോൾ gives 4n² + 12n + 9. 9 ഈ ഒരു ഇതിലൂടെ ആഡ് ചെയ്തു.
നമുക്കിതിന് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഏകദേശം ഒരു ഫോമാണ് അല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമുക്ക് എ എന്ന് പറയുന്നത് 2n ആയിട്ട് എടുക്കാം, ബി എന്ന് പറയുന്നത് 3 ആയിട്ടും എടുക്കാം. നമുക്കതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ഈ ഒരു ഫോം കിട്ടുന്നുണ്ടോ നോക്കാം. എ എന്ന് പറയുന്നത് 2n ആണല്ലേ. അപ്പോൾ 2n പ്ലസ് ബി എന്ന് പറയുന്നത് 3 ആണ്. 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ. എ സ്ക്വയർ പറയുമ്പോൾ 2n സ്ക്വയർ 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2n ഇൻറ്റു ബി എന്ന് പറയുന്നത് 3 പ്ലസ് 3 സ്ക്വയർ അതായത് 9. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 4n സ്ക്വയർ പ്ലസ് 2 2s are 4, 4 3s are 12n പ്ലസ് 9. ഇതന്നെ സെയിം എന്നല്ലേ കിട്ടിയത്. അപ്പം നമുക്ക് എന്ത് പറയാം, 2n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോമിൻ്റെ കൂടെ 4n സ്ക്വയർ പ്ലസ് 12n കൂടെ 9 കൂടി ആഡ് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതും, ആൻസർ എങ്ങനെ വരിക, 2n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഹെൻസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും. ഹെൻസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write 3 arithmetic sequence with 30 as the sum of the first 5 terms. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ എൻ്റെ ഈ എക്സസൈസ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് 28 പേജ് നമ്പറിലാണ് എൻ്റെ കയ്യിലുള്ള PDF-ൽ. പക്ഷേ PDF-ൻ്റെ ഓർഡർ വൈസ് നോക്കുമ്പോൾ 4ാമത്തെ പേജാണ്. അപ്പോൾ പക്ഷെ പേജ് നമ്പർ 28 ആവും, 4ാമത്തെ പേജുമാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എത്രാമത്തെ പേജിലാണെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാനെന്തായാലും PDF-ൻ്റെ ഓർഡർ വൈസാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് വെച്ചാൽ, ഏതൊക്കെയോ 5 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയോ 5 ടേംസ് ആഡ് ചെയ്യുമ്പോൾ 30 ആണ് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എളുപ്പമുള്ളത് കുറച്ച് 5 ടേംസ് എടുക്കാം. ഏതൊക്കെയാണ് എളുപ്പമുള്ളത്, x plus 1, x plus 2, x plus 3, x plus 4. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടണം. x plus 1 x plus 1 plus x plus 2 plus x plus 3 plus x plus 4 is equal to 30. അപ്പോൾ എത്ര x ഉണ്ട്, 1 2 3 4 5. 5x plus 1 plus 2 3, 3 plus 3 6, 6 plus 4 10 is equal to 30. 5x is equal to 30 minus 10. പ്ലസ് അങ്ങോട്ടേക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് വരും. അപ്പോൾ 5x is equal to 20. x is equal to എന്താ, 20/5, that is equal to 4. x 4 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിൻ്റെ വാല്യൂ. നമുക്ക് എന്ത് കിട്ടും, എക്സ് 4 ആണ്. 4 plus 1 5, 4 plus 2 6, 4 plus 3 7, 4 plus 4 8. അങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമ്മളിവിടെ കണ്ടു. ഇത് ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി നമുക്ക് അങ്ങനെ ഇനി 2 എണ്ണം കൂടി കണ്ടുപിടിക്കണം. ടോട്ടൽ 3 എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്തൊരു സീക്വൻസ് കാണാം. അതിന് വേണ്ടിയിട്ട് x plus 2, x plus 1 2 2 2 2 4, x plus 3 2 6, 4 2 8 3 4.
എങ്ങനെയാണ് അറിയുമോ ഞാൻ എടുത്തത്? 2ൻ്റെ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. അപ്പോൾ 5x പ്ലസ് 4 പ്ലസ് 2 6 പ്ലസ് 2 12 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 20 ഈസ് ഈക്വൽ ടു 30. 5x ഈസ് ഈക്വൽ ടു 30 പ്ലസ് അങ്ങോട്ടേക്ക് മൈനസ് ആവും, -20 വരും. 5x ഈസ് ഈക്വൽ ടു 30 - 20 10 ആണ്. x എന്ന് പറയുന്നത് 10/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 2. ബാക്കി ഇവിടെ എഴുതാം. x ഈസ് ഈക്വൽ ടു 2. നമ്മൾ എക്സിൻ്റെ 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2 പ്ലസ് 2 4 പ്ലസ് 2 6 പ്ലസ് 2 8 പ്ലസ് 2 10. ഇങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ്. ഇത് സെക്കൻഡ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് തേർഡ് കാണണം. അതിനായിട്ട് ഞാൻ ഈ ഒരു മായ്ക്കുകയാണ്. ഇത്രയും ഭാഗം മായ്ക്കുന്നുണ്ട്. തേർഡ് കാണണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സീക്വൻസ് കണ്ടുപിടിക്കണം. അതാണ് എക്സ് പ്ലസ് 3. ഈ 3ൻ്റെ ടേബിളിൽ നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 1 3s are 3, 3 2s are 6, 3 3s are 9, 4 3s are 12. ഇതിലൂടെ പ്ലസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 9 പ്ലസ് എക്സ് പ്ലസ് 12 is equal to 30. 5x plus 3 plus 6 9 plus 9 18 18 plus 12 എന്ന് പറയുമ്പോൾ 30 is equal to 30. 5x എന്ന് പറയുമ്പോൾ 13. ഈ പ്ലസ് അങ്ങോട്ടേക്ക് മൈനസ് ആവും, -13 വരും. 5x is equal to 0. x is equal to 0. x എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് കിട്ടും. ഈ 0 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0 പ്ലസ് 3 3, 0 പ്ലസ് 6 6, 0 പ്ലസ് 9 9, 0 പ്ലസ് 12 12. അങ്ങനെ നമുക്ക് 3 അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടി. നമ്മൾ ഈ സീക്വൻസ് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അത് നമ്മൾ ഞാൻ 1ൻ്റെ ടേബിളിൽ എടുത്തു. 1 2 3 4 അങ്ങനെ ഞാൻ എടുത്ത അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 2ൻ്റെ ടേബിളിൽ എടുത്തു. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8 അങ്ങനെ എടുത്തു. പിന്നെ 3ൻ്റെ ടേബിൾ എടുത്തു. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12 എന്ന് പറഞ്ഞിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഓരോൻ്റെ എക്സിൻ്റെ വാല്യൂ എടുത്തു. എക്സിൻ്റെ വാല്യൂ എല്ലാം ഈ സീക്വൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഓരോ 3 സീക്വൻസും കിട്ടി. ഇതാണ് ഇതിൻ്റെ 3 arithmetic sequence with 30 as the sum of the first 5 terms in the answers 1 2 3. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ 4th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ the first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? 1 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് എന്ന് പറയുന്നത് 100 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് 4 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് തന്നിട്ടുണ്ട്? a is equal to 1. ഫസ്റ്റ് ടേം നമ്മൾ എപ്പോഴും a ആയിട്ടാണ് എടുക്കുക. a is equal to 1 എന്ന് പറയുന്നുണ്ട്. പിന്നെ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഇസ് 100 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ ഫോർമുല വെച്ചിട്ടാണ്. അതായത് Sn is equal to n/2 into 2a plus d into n - 1.
ഈ ഫോർമുല വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. ഞാൻ പക്ഷേ ഇതിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇതിൽ SN എന്ന് പറയുന്നത് 100 ആണ്, N എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് A, SN ആൻഡ് N ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ബോർഡ് എക്സാം കേട്ടോ. S എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. ഇസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ 2 ഇൻറ്റു Aൻ്റെ വാല്യൂ 1 പ്ലസ് D എന്താണെന്ന് അറിയില്ല. D എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ D എന്താണെന്ന് അറിയില്ല. N എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ? 4 ആണ്. 4 മൈനസ് 1. അപ്പോൾ 100 ഇസ് ഈക്വൽ ടു 2. 4 2 രണ്ട് തവണ പോകും. 2 ഇൻറ്റു 1 2 പ്ലസ് 4 മൈനസ് 1 3. അപ്പോൾ D ഇൻറ്റു 3. 100ഉം 2ഉം 50 ടൈംസ് പോകും. 50 ഈസ് ഈക്വൽ ടു 2 പ്ലസ് D ഇൻറ്റു 3 3D. അപ്പോൾ 3D ഈസ് ഈക്വൽ ടു 50. 2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -2 എന്നാവും. അപ്പോൾ 3D ഈസ് ഈക്വൽ ടു 50 മൈനസ് 2 എന്താ? 48. D എന്ന് പറയുന്നത് 48 ബൈ 3. എത്ര തവണ പോകും? 16. D എന്ന് പറയുന്നത് എന്താ? D ഈസ് ഈക്വൽ ടു 16 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് കാണേണ്ടത് എന്താ? ഫസ്റ്റ് 4 ടേംസ് ആണ് കാണേണ്ടത്. D 16 കിട്ടി. ഫസ്റ്റ് ടേം 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ടേംസ് കാണാൻ എളുപ്പമല്ലേ? നമ്മുടെ ഈ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, നമ്മളൊരു ടേമിൻ്റെ കൂടെ വേറൊരു നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടുമെന്ന് നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഈ D is equal to 16 എന്നുള്ള വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടും. നമുക്ക് ഫസ്റ്റ് ടേം എന്താ? 1 ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്. 1ൻ്റെ കൂടെ എന്താ? കോമൺ ഡിഫറൻസ് ആയി 16 ആഡ് ചെയ്തു. അപ്പം എന്ത് കിട്ടി? 17 പ്ലസ് 16 എത്രയാ? 33 പ്ലസ് 16 49 അല്ലേ? 49. അപ്പം നമുക്ക് 4 ടേംസ് കിട്ടി. എന്തൊക്കെയാണ് 4 ടേംസ്? 1 17 33 49 ഇതാണ് 4 ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹായ്, ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. 5 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ബാക്കി അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ സെയിം പാറ്റേൺ ആണ് അതിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത പാർട്ടായിട്ട് വേഗം വരുന്നതായിരിക്കും. Still then, this is Alisha signing off. Stay tuned to Max Club. Bye.